കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് പരിഗണിക്കുന്നത് അല്പസമയത്തിനകമാണ് എന്നതാണ്. ഹൈക്കോടതി ഇത് വിശദമായി തന്നെ പരിശോധിക്കുമ്പോൾ എന്താകും പറയാൻ പോകുന്നത് എന്നത് വളരെ നിർണായകമാണ്. ഇതിനു മുൻപ് കോടതി ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. കേന്ദ്രം എന്താണ് നിലപാട് സ്വീകരിക്കുക, എഴുതിത്തള്ളാൻ ഉദ്ദേശമുണ്ടോ, ഉണ്ടെങ്കിൽ അത് പറയൂ എന്നതൊക്കെ അടക്കം ചില കാര്യങ്ങളെല്ലാം കോടതി പറഞ്ഞു. രൂക്ഷമായ വിമർശനമൊക്കെ പല ഘട്ടങ്ങളിലും ഇതിൽ കേന്ദ്രത്തിന് നേരിടേണ്ടി വന്നതുമാണ്. ഇപ്പോൾ വിശദമായി തന്നെ അതിൽ നിലപാട് അറിയിച്ചിരിക്കുകയാണ്. കേന്ദ്രം എഴുതിത്തള്ളാൻ കഴിയില്ല, അത് തങ്ങളുടെ പരിധിക്ക് പുറത്തു വരുന്ന കാര്യമാണ് എന്ന് കേന്ദ്രം അറിയിച്ചിരിക്കുന്നു. സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയിൽ. ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ദുരന്ത നിവാരണ നിയമത്തിൽ ഭേദഗതി വന്നിട്ടുണ്ട് എന്നതാണ്. ആ ഭേദഗതി പ്രകാരം കേന്ദ്രത്തിന് അങ്ങനെ ഒരു അവകാശമില്ല, അധികാരമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ടി സിദ്ദിഖ് ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ഭേദഗതി വരുത്തിയിട്ടുള്ളത് ദുരന്തമുണ്ടായതിനു ശേഷമാണ് എന്നതാണ്. അങ്ങനെയെങ്കിൽ കോടതി എന്താകും ഇനി ഇതിൽ പറയാൻ പോകുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കടബാധ്യത എഴുതിത്തള്ളാൻ കഴിയില്ല എന്ന നിലപാട് കേന്ദ്രം കോടതിയെ അറിയിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ വിഷയം ഹൈക്കോടതി പരിഗണിക്കാൻ പോവുകയാണ്. കൃത്യമായി തന്നെ നിലപാട് ഇതിനു മുൻപ് കേന്ദ്രം അറിയിച്ചിരുന്നില്ല കോടതിയെ. അപ്പോഴൊക്കെ രൂക്ഷമായ വിമർശനം കോടതി ഉന്നയിച്ചിട്ടുമുള്ളതാണ്. ഇപ്പോൾ നിലപാട് അറിയിച്ചിരിക്കുന്നു. എഴുതിത്തള്ളാൻ കഴിയില്ല, അതിനൊരു നിയമത്തിന്റെ നൂലാമാലയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രം അത് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്നതും പ്രധാനമാണ്. വിഷ്ണു, പറയൂ, ഇപ്പോൾ എന്താണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നത് എന്നത് പ്രധാനപ്പെട്ടതാണ്. ഹൈക്കോടതി പരിഗണിക്കാൻ പോവുകയാണ്. നമ്മൾ എന്താണ് കരുതേണ്ടത്? അനുജ, ഈ ദുരന്തമുണ്ടായതിന് പിന്നാലെയാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത്. ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിൽ പല കാര്യങ്ങൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വായ്പ എഴുതിത്തള്ളുന്നതിൽ എന്ത് നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നുള്ള ചോദ്യം. കഴിഞ്ഞ കുറേ നാളുകളായി അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതി ആവർത്തിച്ച് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരുന്നു. പക്ഷേ കേന്ദ്രം ഒരു മറുപടിയും നൽകിയില്ല. ഒരു ഘട്ടത്തിൽ നൽകിയ മറുപടിയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ചട്ടഭേദഗതി പ്രകാരം നിലവിൽ ഈ വായ്പ എഴുതിത്തള്ളുന്ന വിഷയത്തിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിന് അധികാരമില്ല എന്ന നിലപാട് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ആ വിശദീകരണത്തെ അതിരൂക്ഷമായ ഭാഷയിൽ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന് അധികാരമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അധികാരം എന്ന് കോടതി ചോദിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന് അധികാരമില്ല എന്നെങ്ങനെ പറയാനാകുമെന്ന് കോടതി ചോദിച്ചിരുന്നു. അതെല്ലാം ആ പരാമർശങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് കേന്ദ്രം ഇത്തരത്തിലൊരു നിലപാട് ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഹൈക്കോടതിയുടെ ഭാഗത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ഉണ്ടാകും. നിലവിൽ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ വായ്പ എഴുതിത്തള്ളാനാകില്ല എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ കുറെ കാര്യങ്ങളടക്കം ഈ അഫിഡവിറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ചില ചട്ടഭേദഗതികൾ 2018 ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഈ നൽകിയിട്ടുള്ള അഫിഡവിറ്റിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം സാങ്കേതികത്വമാണ്. കോടതി ആ സാങ്കേതികത്വത്തിനപ്പുറത്തേക്ക് പോകുകയാണെങ്കിൽ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഒരുപക്ഷെ കൃത്യമായ നിലപാട് കേന്ദ്ര സർക്കാരിനോട് ഒരു വിമർശന സ്വഭാവത്തിൽ ചോദിക്കാനുള്ള സാധ്യതയുമുണ്ട്. വലിയ പ്രതീക്ഷയിലായിരുന്നു ചുരൽമല മുണ്ടക്കൈ നിവാസികൾ. ഈ വായ്പ എഴുതിത്തള്ളിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ ആശ്വാസമാകുമെന്ന സർക്കാർ അടക്കം കോടതിയിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഒളിച്ചുകളിയാണ് നടത്തിയിരുന്നത്. പലതവണ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും നിലപാട് വ്യക്തമാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ച ഘട്ടത്തിലാണ് ഒരു അവസാന അവസരം കേന്ദ്രത്തിന് ഞങ്ങൾ നൽകുന്നുവെന്ന് കോടതി പറയുകയും 3 ആഴ്ച സാവകാശം നൽകുകയും ചെയ്ത് ഓണാവധിക്ക് ശേഷം ആ ഹർജി ഇന്ന് പരിഗണിക്കാനിരിക്കുന്നു. അല്പസമയത്തിനകം ആ ഹർജി പരിഗണിക്കും. അതിന് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വിഷ്ണു സുരേഷ് നൽകിക്കൊണ്ടിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളാൻ കഴിയില്ല എന്ന നിലപാട് കേന്ദ്രം ഹൈക്കോടതിയിൽ സ്വീകരിച്ചിരിക്കുകയാണ്. അത് തങ്ങളുടെ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല, തങ്ങളുടെ അധികാരത്തിന്റെ പരിധിയിൽ വരുന്നതല്ല എന്നതാണ് കേന്ദ്രം കോടതിയെ അറിയിച്ചത്. ഇനി ഹൈക്കോടതിയുടെ നിലപാട് നിർണായകമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.